ഹായ് ഹലോ സ്റ്റഡി ടൈം ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ട്രിക് കറണ്ടിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഒന്ന് നോക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. Alexandro Volta first designed a device that could be used as a source of EMF. This is Volta cell. EMFിൻ്റെ ഒരു സോഴ്സായിട്ട് ഉപയോഗിക്കാവുന്ന ആദ്യത്തെ ഒരു ഡിവൈസ് രൂപകൽപ്പന ചെയ്തത് അലസാൻഡ്രോ വോൾട്ട എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഇതാണ് വോൾട്ട സെൽ എന്ന് പറയുന്നത്. Let's make a simple volta cell. Place a zinc rod and copper rod in a beaker containing dilute sulfuric acid as a electrolyte. Connect a voltmeter to the copper rod and zinc rod. എന്തായിരിക്കും നമുക്കിനി കാണാൻ സാധിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ഒരു വോൾട്ടാ സെല്ല് നിർമ്മിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ബീക്കറിൽ ഡൈല്യൂട്ട് ചെയ്ത സൾഫ്യൂറിക് ആസിഡ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുക്കുക. അതിലേക്ക് ഒരു കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും റോഡുകൾ ചിത്രത്തിലേതുപോലെ താഴ്ത്തി വയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഇതുമായിട്ട് ഒരു വോൾട്ട് മീറ്റർ, അതായത് കോപ്പർ റോഡും അതുപോലെ തന്നെ സിങ്ക് റോഡുമായിട്ട് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് എന്തായിരിക്കും കാണാൻ സാധിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ റിയാക്ഷനൊക്കെ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് വോൾട്ട് മീറ്ററിലെ സൂചി ഡിഫ്ലക്റ്റ് ചെയ്യാൻ തുടങ്ങും. അതായിരിക്കും നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, the electrons are transferred due to the reaction of zinc with dilute sulfuric acid and flows through the external circuit. സിങ്കും ഡൈല്യൂട്ട് ചെയ്ത സൾഫ്യൂറിക് ആസിഡും തമ്മിൽ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കൂടി ഇലക്ട്രോണുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങും. ഹെൻസ് ദ നീഡിൽ ഓഫ് ദ വോൾട്ട് മീറ്റർ ഡിഫ്ലക്റ്റ്. അങ്ങനെ ഇലക്ട്രോണുകളുടെ ആ ട്രാൻസ്ഫർ വഴി വോൾട്ട് മീറ്ററിലെ സൂചി ഡിഫ്ലക്റ്റ് ചെയ്യും. കോപ്പർ റോഡ് ഈസ് അറ്റ് എ ഹൈ എനർജി ലെവൽ ഓഫ് ഇലക്ട്രിക് ചാർജസ്, അതായത് പോസിറ്റീവ് പൊട്ടൻഷ്യൽ, ആൻഡ് സിങ്ക് റോഡ് ഈസ് അറ്റ് എ ലോ എനർജി ലെവൽ ഓഫ് ഇലക്ട്രിക് ചാർജസ്, നെഗറ്റീവ് പൊട്ടൻഷ്യൽ. ദർഫോർ കറണ്ട് ഫ്ലോസ് ഫ്രം കോപ്പർ റോഡ് ടു സിങ്ക് റോഡ് ഇൻ ദ എക്സ്റ്റേണൽ സർക്യൂട്ട്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കോപ്പർ റോഡും അതുപോലെ തന്നെ സിങ്ക് റോഡിൻ്റെയും പൊട്ടൻഷ്യൽ ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോപ്പറിൻ്റെ പോസിറ്റീവ് പൊട്ടൻഷ്യലും, അതായത് ഹൈ എനർജി ലെവലും, സിങ്ക് റോഡിൻ്റെ എന്ന് പറയുന്നത് ലോ എനർജി ലെവലാണ്, അതായത് നെഗറ്റീവ് പൊട്ടൻഷ്യലാണ്. അതുകൊണ്ട് തന്നെ ഈ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഹയർ എനർജി ലെവൽ ടു ലോവർ എനർജി ലെവലാണ്. അതായത് കോപ്പർ റോഡിൽ നിന്നും സിങ്ക് റോഡിലേക്കായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഈ പറഞ്ഞാണ് ഒരു വോൾട്ടാ സെല്ലിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. കണക്ട് ആൻ LED ഇൻസ്റ്റെഡ് ഓഫ് ദ വോൾട്ട് മീറ്റർ ആൻഡ് മെഗ്നീഷ്യം ഇൻസ്റ്റെഡ് ഓഫ് സിങ്ക് ഇൻ ദി എബോ അറേഞ്ച്മെൻറ്റ്. വാട്ട് ഡു യു ഒബ്സർവ്? ഇനി ഈ പറഞ്ഞ എക്സ്പെരിമെൻറ്റിൽ ഒരു LED, വോൾട്ട് മീറ്ററിന് പകരം LED കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ സിങ്ക് റോഡിന് പകരം മെഗ്നീഷ്യം റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായിരിക്കും കാണാൻ സാധിക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ LED ലൈറ്റ്സ് അപ്പ്, LED ബൾബ് പ്രകാശിക്കും. വാട്ട് ഹാപ്പൻസ് ടു ദ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് ഇഫ് ദിസ് സെൽ ഈസ് ഓപ്പറേറ്റഡ് ഫോർ എ ഷോർട്ട് ഇൻ്റർവൽ ഓഫ് ടൈം? ഈ ഒരു സെല്ല് കുറച്ചു നേരം പ്രവർത്തിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന്. ഇൻറ്റൻസിറ്റി ഡിക്രീസസ്. As the rate of chemical reaction decreases, the electric energy obtained also increases. Primary cells are those which cannot be reused after using it for a certain period. ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിൻ്റെ റേറ്റ് ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ലഭിക്കുന്ന ഇലക്ട്രിക് എനർജിയുടെ അളവും കുറവായിരിക്കും. അപ്പോൾ കുറച്ചു കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉപയോഗിക്കാൻ കഴിയാത്ത ഇത്തരം സെല്ലുകളെ പറയുന്നതാണ് പ്രൈമറി സെല്ലുകൾ എന്ന്. അപ്പോൾ നമുക്ക് പ്രൈമറി സെല്ലുകൾക്ക് എക്സാമ്പിൾ നോക്കാം. ഡ്രൈ സെല്ല്, വോൾട്ടാ സെല്ല്, ബട്ടൺ സെല്ലൊക്കെ പ്രൈമറി സെല്ലുകൾക്ക് എക്സാമ്പിളായിട്ട് എഴുതാം. സെക്കൻഡറി സെൽസ്, ഓൾസോ നോൺ ആസ് സ്റ്റോറേജ് സെൽസ്, ആർ എനർജി സോഴ്സസ് ദാറ്റ് ക്യാൻ ബി റീചാർജ്ഡ് ആൻഡ് റീയൂസ്ഡ്. അപ്പോൾ നമ്മൾ നേരത്തെ പ്രൈമറി സെൽ എന്താണെന്ന് പറഞ്ഞു. ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ കുറച്ച് കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത തരം സെല്ലുകളാണ് പ്രൈമറി സെല്ലുകൾ എന്ന് പറയുന്നത്. സെക്കൻഡറി സെല്ലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റീചാർജ് ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന തരം സെല്ലുകളെ പറയുന്നതാണ് സെക്കൻഡറി സെൽസ് എന്ന് പറയുന്നത്. എ ബാറ്ററി ഈസ് എ സിസ്റ്റം ഇൻ വിച്ച് മൾട്ടിപ്പിൾ സെൽസ് ആർ അറേഞ്ച്ഡ് ആൻഡ് യൂസ് ആസ് എ സിംഗിൾ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി.
ഇവിടെ ബാറ്ററി എന്താണെന്നാണ് പറയുന്നത്. അതായത് ഒന്നിലധികം സെല്ലുകൾ അറേഞ്ച് ചെയ്തിട്ട് ഒരു ഇലക്ട്രിസിറ്റിയുടെ ഒരൊറ്റ സോഴ്സായിട്ട് യൂസ് ചെയ്യുന്ന സെല്ലിനെ പറയുന്നതാണ് ബാറ്ററി എന്ന് പറയുന്നത്. ഇനി അതിന് എക്സാമ്പിൾ ഏതാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നിവിടെ തന്നിട്ടുണ്ട് മൊബൈൽ ബാറ്ററി. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം ലിഥിയം അയൺ ബാറ്ററി, കാർ ബാറ്ററി, എമർജൻസി ലാമ്പ് ബാറ്ററി ഒക്കെ ഇതിന് എക്സാമ്പിളായിട്ട് എഴുതാം. നെക്സ്റ്റ് പറയുന്നത് ഹൗ ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ് ഓഫ് എ സെൽ ബാറ്ററി മെഷേർഡ്. അതായത് ഒരു സെല്ലിൻ്റെയോ അല്ലെങ്കിൽ ഒരു ബാറ്ററിയുടെയോ ടെർമിനലുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കുന്നത് എങ്ങനെയാണെന്ന്. വോൾട്ട് മീറ്റർ ഈസ് എ ഡിവൈസ് ഫോർ മെഷറിംഗ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വോൾട്ട് മീറ്റർ എന്ന് പറയുന്നത്. ഒബ്സർവ് ദ ഡയഗ്രാം 7.12 ഇൻ വിച്ച് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് മെഷേർഡ് യൂസിങ് ദ വോൾട്ട് മീറ്റർ. അതായത് അവിടെ ഒരു ചിത്രം 7.12 എന്ന് പറയുന്ന ചിത്രം തന്നിട്ടുണ്ട്. ഇവിടെ വോൾട്ട് മീറ്റർ സെല്ലുമായി ഘടിപ്പിച്ചതിൻ്റെ ഒരു ചിത്രീകരണമാണ് തന്നിരിക്കുന്നത്. വി നോ ദാറ്റ് സെൽ ഹാസ് 2 ടെർമിനൽസ്. അതായത് സെല്ലിന് അല്ലെങ്കിൽ ഒരു ബാറ്ററിക്ക് എന്ന് പറയുന്നത് 2 ടെർമിനലാണ് ഉള്ളത്. ഒന്ന് പോസിറ്റീവ് ടെർമിനലും ഒന്ന് നെഗറ്റീവ് ടെർമിനലാണ് ഉള്ളത്. അതുപോലെ തന്നെ വോൾട്ട് മീറ്ററിനും 2 ടെർമിനലുണ്ട്, ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും. വിച്ച് ടെർമിനൽ ഓഫ് ദ സെൽ ഈസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ വോൾട്ട് മീറ്റർ. വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനൽ സെല്ലിൻ്റെ ഏത് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനൽ വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലുമായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. വാട്ട് അബൌട്ട് ദി നെഗറ്റീവ് ടെർമിനൽ? ദ നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ വോൾട്ട് മീറ്റർ ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ഓഫ് ദ സെൽ. അപ്പോൾ വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനൽ സെല്ലിൻ്റെ നെഗറ്റീവായിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മെഷർ ആൻഡ് ടാബുലേറ്റ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ടെർമിനൽസ് ഓഫ് ദ ഫോളോയിങ് സോഴ്സസ് ഓഫ് ഇലക്ട്രിസിറ്റി യൂസിങ് എ വോൾട്ട് മീറ്റർ. ഒരു വോൾട്ട് മീറ്റർ ഉപയോഗിച്ചിട്ട് തന്നിരിക്കുന്ന സോഴ്സസിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അളന്ന് ടേബിളിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ടോർച്ച് സെല്ലിൻ്റെ 1.5, ബട്ടൺ സെല്ലിൻ്റെ 3, വോൾട്ട സെല്ലിൻ്റെ 1.1, മൊബൈൽ ബാറ്ററിയുടെ 3.6 to 3.8. Next, combination of cells. Arrange 2 torch cells in 3 different ways as shown in figure. Measure the potential difference across each of them using a voltmeter and tabulate them. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 ടോർച്ച് സെല്ലുകൾ ചിത്രത്തിൽ കാണുന്നത് പോലെ 3 വ്യത്യസ്ത രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് അവയിൽ നിന്നും ഓരോന്നിനും ലഭിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ട് മീറ്റർ ഉപയോഗിച്ചിട്ട് അളന്ന് പട്ടികയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ടേബിൾ നമുക്ക് ഫില്ല് ചെയ്യാം. നമ്പർ ഓഫ് സെൽസ് 2 തന്നെയാണ്. വോൾട്ട് മീറ്റർ റീഡിങ് ഒന്നാമത്തേൻ്റെ നമുക്ക് നോക്കാം 3, രണ്ടാമത്തേൻ്റെ 1.5, മൂന്നാമത്തേൻ്റെ 0. ഇൻ വിച്ച് അറേഞ്ച്മെൻറ്റ് വാസ് ദ മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒബ്റ്റൈൻഡ്. ഏത് അറേഞ്ച്മെൻറ്റിലാണ് കൂടുതൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ലഭിച്ചതെന്ന്. ഫസ്റ്റ് സർക്യൂട്ടിൽ നിന്നാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഏറ്റവും കൂടുതൽ ലഭിച്ചത്, അതായത് 3 കിട്ടിയത്. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് സെൽസ് ഷോൺ ഇൻ ഫിഗർ 7.13a ഈസ് ദ സീരീസ് കണക്ഷൻ. ഹിയർ ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് one cell is connected to the negative terminal of the second cells. As the number of cells in series connection increases, the potential difference also increases. തന്നിരിക്കുന്ന ഈ ഒരു പിക്ചറിൽ ബാറ്ററി 1 by 1 ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ബാറ്ററിയുടെ ലെഫ്റ്റ് സൈഡ് പോസിറ്റീവ് ടെർമിനലും അതിൻ്റെ റൈറ്റിലേക്ക് വരുമ്പോൾ ആ ബാറ്ററിയുടെ തന്നെ നെഗറ്റീവ് ടെർമിനലായിരിക്കും. സെക്കൻഡ് ബാറ്ററിയുടെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് പോസിറ്റീവ്. ആ ഒരു പോസിറ്റീവാണ് ഫസ്റ്റത്തെ ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ 1 by 1 ആയിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു കണക്ഷനെ പറയുന്നതാണ് സീരീസ് കണക്ഷൻ എന്ന്. ഈ ഒരു സീരീസ് കണക്ഷനിൽ ബാറ്ററിയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ടും പൊട്ടൻഷ്യൽ ഡിഫറൻസും കൂടുതലായിരിക്കും. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്തതിലേക്ക് പോകാം. When the cells are arranged in series, the total EMF is equal to sum of the EMFs of the individual cells. അതായത് സെല്ലുകളെ സീരീസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ആകെ EMF എന്ന് പറയുന്നത് സെല്ലുകളുടെ EMFൻ്റെ സമ്മിന് തുല്യമായിരിക്കും. അതായത് ഒന്നാമത്തെ സെല്ലിൻ്റെ EMF പ്ലസ് രണ്ടാമത്തെ സെല്ലിൻ്റെ EMF ആയിരിക്കും ആ ഒരു മൊത്തം സർക്യൂട്ടിൻ്റെ EMF എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ പറഞ്ഞത്? റൈറ്റ് ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി ദ ഇൻസ്റ്റൻസ് വേർ സെൽസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്. ഇനി സീരീസിൽ സെല്ലുകൾ കണക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസിൽ ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റിമോട്ട് കൺട്രോൾ ഓഫ് TV, നെക്സ്റ്റ് പറയാം ടോയ്സ്, ടോർച്ച്, റേഡിയോ, അതുപോലെ തന്നെ റിമോട്ട് കൺട്രോൾ ഓഫ് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ എക്സാമ്പിളായിട്ട് പറയാം.
ഇൻ ഫിഗർ 7.13b സെൽസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. അതായത് ഒരു വോൾട്ട് മീറ്ററിൻ്റെ പോസിറ്റീവ് ടെർമിനലിനോട് രണ്ട് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവ് ടെർമിനലിനോട് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്യാം. ആ ഒരു അറേഞ്ച്മെൻറ്റിനെ പറയുന്നതാണ് പാരലൽ കണക്ഷൻ എന്ന്. ഇൻ പാരലൽ കണക്ഷൻ ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽസ് ഓഫ് വൺ സെൽ ആർ കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ നെക്സ്റ്റ് സെൽ റെസ്പെക്റ്റീവ്ലി. When identical cells are arranged in parallel, the effective potential difference of the combination is equal to that of a single cell. അപ്പോൾ നമ്മൾ പാരലൽ കണക്ഷൻ എന്താണെന്ന് പറഞ്ഞു. ഇനി അതിൽ നിന്നുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. അതായത് സെല്ലുകൾ ഇതേപോലെ പാരലലായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് തുല്യമായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാത്രമേ ലഭിക്കുകയുള്ളൂ. ചിത്രത്തിൽ ഒരു പാരലൽ കണക്ഷൻ്റെ മെത്തേഡാണ് തന്നിരിക്കുന്നത്. ഇതിൽ എല്ലാ ബാറ്ററിയുടെ പോസിറ്റീവും എല്ലാ നെഗറ്റീവും കൂടി കണക്ട് ചെയ്തിട്ട് രണ്ട് എൻഡുകൾ വന്നിട്ടുണ്ട്. ആ രണ്ട് എൻഡിലാണ് നമ്മൾ വോൾട്ട്മീറ്റർ വെച്ച് കൊടുക്കുന്നതെങ്കിൽ അവിടെ കാണിക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 1.5 ആയിരിക്കും. അതായത് ഒരു സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് തുല്യമായിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മാത്രമേ അവിടെ നിന്ന് ലഭിക്കുകയുള്ളൂ. ഇതാണ് സീരീസ് കണക്ഷനും പാരലൽ കണക്ഷനും വരുമ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ സീരീസ് കണക്ഷനിലാണ് കൂടുതൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ലഭിക്കുന്നത്. പാരലലിലേക്ക് വരുമ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വളരെ കുറവായിരിക്കും. ഓക്കെ അല്ലേ? Cells are connected in this way to get electric current for a long interval of time. അപ്പോൾ സെല്ലുകൾ ഇതേപോലെ കണക്ട് ചെയ്യുന്നത്, അതായത് ഇങ്ങനെ പാരലലായിട്ട് കണക്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ സമയത്തേക്ക് നമുക്ക് ഇലക്ട്രിക് കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇങ്ങനെ പാരലലായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സെൽസ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ ഇൻ പവർ ബാങ്ക്സ് ഓഫ് മൊബൈൽ ഫോൺസ് ആൻഡ് ദി ലൈക്ക്. അതായത് മൊബൈൽ ഫോണിൻ്റെയും മറ്റും പവർ ബാങ്കുകളിൽ ഇതുപോലെ പാരലൽ രീതിയിൽ സെല്ലുകൾ ഘടിപ്പിച്ചിരിക്കുന്നു. ഓക്കെ. If the cells are arranged as shown in figure 713c, potential difference will not be obtained. So the cells should not be arranged in this way. അതായത് 713c എന്ന് പറയുന്ന ഈ ഒരു പിക്ചർ അനുസരിച്ചിട്ട് സെല്ലുകൾ ഇതേപോലെ അറേഞ്ച് ചെയ്യാൻ പാടില്ല എന്ന്. അതായത് ഒരു ബാറ്ററിയുടെ പോസിറ്റീവും മറ്റൊരു ബാറ്ററിയുടെ പോസിറ്റീവും തമ്മിൽ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ രണ്ട് എൻഡുകൾ വോൾട്ട്മീറ്ററിലേക്ക് കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ സെല്ലുകൾ അതേപോലെ കണക്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി സെക്കൻഡ് പാർട്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും കാണാം.